നിലപാട് കടുപ്പിച്ച് ഇ.പി. ജയരാജൻ പാർട്ടി പരിപാടികളിൽ ബഹിഷ്കരണം തുടരുകയാണ്. കണ്ണൂരിൽ നടന്ന ചടയൻ അനുസ്മരണത്തിലും പങ്കെടുത്തില്ല. ചടയൻ ദിനാചരണത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കാതിരുന്നത് ആരോഗ്യ പ്രശ്നം കാരണം എന്നാണ് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞത്. ഇ.പി. ജയരാജൻ ചികിത്സയിലാണ്. അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഏതെങ്കിലും അതൃപ്തി കൊണ്ടൊന്നും അല്ലല്ലേ? അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും. ഇ.പി. പക്ഷെ ഒന്നും പറയുന്നില്ല. വീട്ടിൽ പോയാൽ അത് ആയുർവേദ ചികിത്സ തുടങ്ങിയതാ. പാർട്ടിയിൽ നിന്ന് അഹിതമായത് സംഭവിക്കുമ്പോഴുള്ള നീരസവും നിസ്സഹകരണവും ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുമയുള്ളതല്ല. നേരത്തെയും പലതവണ പാർട്ടിയിൽ നിന്ന് ഓരോ തവണ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് സെക്രട്ടറി യോഗത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത്. അതിനുശേഷം ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാൻ പോലും ഇ.പി. ജയരാജൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യാനാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആ യോഗത്തിൽ നിന്നും ഇ.പി. ജയരാജൻ വിട്ടുനിന്നിരുന്നു. ഇന്ന് കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ആണ് ഇ.പി. ജയരാജൻ പങ്കെടുക്കാൻ പാർട്ടി നിശ്ചയിച്ചിരുന്നത്. അവിടെ എ വിജയരാഘവനും പി കെ ശ്രീമതിക്കും ഒപ്പം ഇ.പിയും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷേ പി കെ ശ്രീമതി തിരുവനന്തപുരത്ത് എ കെ സെന്ററിന് മുന്നിൽ പാർട്ടി പതാക ഉയർത്തി ചടയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ എ വിജയരാഘവനും പങ്കെടുത്തു. പക്ഷേ ഇ.പി. ജയരാജൻ ഒരിടത്തും പങ്കെടുക്കാതെയാണ് തന്റെ നീരസം പ്രകടമാക്കിയത്. സിപിഎം വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന അനുസ്മരണ പരിപാടികളിൽ ഒന്നാണ് അവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ചടയന്റെ അനുസ്മരണ ദിനം. അതിൽ നിന്നുകൂടി ഇ.പി. ജയരാജൻ വിട്ടുനിൽക്കുകയാണ്. എന്താണ് ഇ.പി. ജയരാജന്റെ ഭാവി പരിപാടി എന്നത് സിപിഎമ്മിനും വലിയ ആശങ്കയായി മാറുകയാണ്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഇ.പി. ജയരാജൻ നിസ്സഹകരിക്കുമ്പോഴും പിണങ്ങി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നു, മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത ശേഷവും ഏതാണ്ട് 6 മാസത്തോളം അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുക്കാതെയോ ആ വാർത്ത നിഷേധിക്കാതെയോ അദ്ദേഹം പാർട്ടി പരിപാടികൾ മുന്നണി പരിപാടികളിലും ഒക്കെ പൂർണ്ണമായും വിട്ടുനിന്നു. അന്നും പിണറായി ഇടപെട്ടാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അത്ര ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇ.പി. ജയരാജനെതിരെ അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്നൊഴിച്ചാൽ ഒരു സംഘടനാ നടപടിയും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിലോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി പരിപാടികളിൽ പങ്കെടുക്കാതെ വീഴ്ച വരുത്തിയതിന്റെ പേരിലോ സിപിഎം സംഘടനാപരമായി കൈക്കൊണ്ടിട്ടില്ല. മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ രീതിയിലുള്ള അനുസരണം തുടർന്നാൽ സിപിഎം ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് പോയേക്കും. മാത്രമല്ല പി ജയരാജൻ ഇ.പിക്കെതിരെ പാർട്ടി സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഉന്നയിച്ച പരാതിയും പാർട്ടിയുടെ പരിഗണനയിലാണ്. ഏതായാലും ഇ.പി. ജയരാജൻ ഉടനൊന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഈ നിസ്സഹകരണം അവസാനിപ്പിക്കാനോ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.